തുടക്കത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമായും സൂചിപ്പിക്കട്ടെ. നമ്മുടെ കമ്പനി നിയമങ്ങൾ അനുസരിച്ച് ആർക്കും ഒരു കമ്പനി രൂപീകരിക്കാം. നിയമപരമായി ആ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഇവിടെ ഇപ്പോൾ ഈ എക്സാലോജിക് എന്ന കമ്പനിയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥ എന്നത് മുഖ്യമന്ത്രിയുടെ മകൾ ആണ്. ആ കമ്പനി നിലവിൽ ഇല്ല എന്നതും വസ്തുതയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ ആയതുകൊണ്ട് ഒരു കമ്പനി രൂപീകരിക്കാൻ പാടില്ല എന്നില്ല. സ്വന്തമായി ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നത് അങ്ങേയറ്റം അഭിമാനകരവുമാണ്. പക്ഷേ CMRലുമായുള്ള കരാർ, ആ കരാറിനെ തുടർന്ന് നൽകുന്ന പണം, ആ പണത്തിൻ്റെ കൈമാറ്റം, ഇടപാടുകൾ, ഇതെല്ലാം സംബന്ധിച്ച് സംശയം ഉയരുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മകൾ എന്നതും പ്രധാനപ്പെട്ടതായി മാറുന്നത്, അതിൻ്റെ രാഷ്ട്രീയവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഇപ്പോഴിതാ കേന്ദ്ര ഏജൻസി എന്ന് തന്നെ വ്യക്തമായി പറയാം, അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നു. അന്വേഷണത്തിന് ഉത്തരവ് കൂടി വന്നിരിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. നിരവധി ചോദ്യങ്ങൾക്ക്, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനടക്കം സംശയമുണ്ടായിരുന്ന നിരവധി ചോദ്യങ്ങൾക്ക് ഇനി കൃത്യമായ മറുപടി ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാമോ? ഇത് തുടങ്ങുന്നതിന് മുമ്പിൽ എനിക്ക് ആദ്യമായിട്ട് ഒരു കാര്യം വ്യക്തമാക്കാനുള്ളത്, രാഷ്ട്രീയക്കാരന്റെ മകൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നെപ്പോട്ടിസം എന്ന് പറഞ്ഞിട്ട് ഒരാരോപണം ഉണ്ടാവും. രാഷ്ട്രീയക്കാരന്റെ മകൾ അല്ലെങ്കിൽ മകൻ ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെന്നുള്ള അത് കാര്യം എപ്പോഴും ഈ സോഷ്യൽ സ്കാനിങ്ങിന്റെ അണ്ടറിലാണ് ഇവരെല്ലാം എന്നുള്ളതുകൊണ്ടാണ്. അതിപ്പം സെലിബ്രിറ്റീസ് ആയിട്ടുള്ള എല്ലാവരും, രാഷ്ട്രീയക്കാരും, ലൈംലൈറ്റ് നിൽക്കുന്ന എല്ലാ ആളുകളും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് ഇനി 2-3 മാസം കൂടെ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കുരുക്കുന്ന ചില തകരകളെ പോലെയാണ് ഈ ആരോപണം എന്ന് എനിക്ക് ആദ്യമായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം, ഇതുവരെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കുരുക്കുന്ന തകരയെന്ന് ഈ ആരോപണത്തെ വിലയിരുത്താൻ സാധിക്കുമോ? ഈ ആരോപണവും ആക്ഷേപവും ഒക്കെ ഉയർന്നിട്ട് മാസങ്ങളായി. അതിന് ഓരോ പ്രൊസീജിയറുണ്ട്. ഇതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്ന പശ്ചാത്തലമുണ്ട്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നോട്ടീസ് നൽകിയ പശ്ചാത്തലമുണ്ട്. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ 3-അംഗ സമിതി അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. തീർച്ചയായും 3-അംഗ സമിതി ആയിക്കോട്ടെ, എത്ര അംഗ സമിതി ആയിക്കോട്ടെ, ഏതെല്ലാം കേന്ദ്ര ഏജൻസികളായിക്കോട്ടെ, അന്വേഷണം നടത്തട്ടെ. രാഹുൽ ഗാന്ധിയുടെ പേരിലും സോണിയാഗാന്ധിയുടെ പേരിലും ഹെറാൾഡ് കേസ് എന്തായി? അതുപോലെ ഈ നമ്മുടെ തമിഴ്നാട്ടിലുള്ള ചിദംബരത്തിന്റെയും കാർത്തി ചിദംബരത്തിന്റെയും പേരിലെടുത്ത കേസുകൾ, അങ്ങനെ പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും, DK ശിവകുമാറിന്റെ പേരിലെടുത്തിട്ടുള്ള കേസുകൾ, DK ശിവകുമാർ ജയിൽവാസം വരെ അനുഭവിക്കേണ്ടി വന്നതാണ്. അപ്പൊ രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി ഇത്തരം ഏജൻസികളെ വ്യാപകമായി ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് ഇലക്ഷൻ അടുക്കുന്ന കാലത്ത് കഴിഞ്ഞ ആഴ്ച നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ട് രാഷ്ട്രീയമായിട്ട് ഒരാരോപണവും ഉന്നയിക്കാത്തത് കൊണ്ടാണ് ശബരിമലയിലെ ആൾ തിരക്കിനെ കുറിച്ചും അവിടെ ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ കൗൺസിലറോ സോൾവ് ചെയ്യാവുന്ന ഒരു തറലേലത്തിന്റെ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ട് പോയത്. കാര്യം അത്രയ്ക്കും ആശയ ദാരിദ്ര്യമാണ് പ്രതിപക്ഷ കക്ഷികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാമ്പുള്ള ഒരു ആരോപണം പോലും തെളിയിക്കാൻ ഇത്ര വർഷമായിട്ട് ഈ 7 വർഷങ്ങൾക്കിടയിൽ ജയരാജ്, ഇവിടെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ സ്വകാര്യ കമ്പനി 1.72 കോടി രൂപ നൽകിയത് നിയമവിരുദ്ധം എന്ന് കണ്ടെത്തിയത് ആദായ നികുതി തർക്കപരിഹാര ബോർഡാണ്. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ആണിപ്പോൾ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഇത് ഏതെങ്കിലും കേന്ദ്രമന്ത്രിമാരോ കേന്ദ്രത്തിലെ നേതാക്കന്മാരോ നേരിട്ട് അന്വേഷിച്ച് നൽകുന്ന ഒരു റിപ്പോർട്ടല്ലല്ലോ. ഈ ആദായ നികുതി ബോർഡ് അവരുടെ റിപ്പോർട്ടിനകത്ത് ഒരു പരാമർശം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അല്ലാതെ ഒരു പൂർണ്ണമായ റിപ്പോർട്ടൊന്നും ഈ 1.7 കോടി രൂപയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതാണ് വസ്തുത എന്നിരിക്കെ നമ്മൾ അങ്ങനെ ആദായ നികുതി ബോർഡ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകി എന്ന് പറയുന്നത് തന്നെ അബദ്ധമാണ്. അങ്ങനെ നടക്കുന്ന അന്വേഷണവും അബദ്ധമാണ് എന്നാണ് താങ്കൾ പറയുന്നത്. നമ്മൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും കാര്യം ഈ ഇലക്ഷൻ വരെ അതിന് ആയുസുണ്ടോ? എന്തെല്ലാം അന്വേഷണങ്ങൾ നമ്മൾ കണ്ടു. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പേരിൽ എന്തെല്ലാം ആരോപണങ്ങൾ കണ്ടു. ഈന്തപ്പഴ കുരുവിനകത്ത് കൊണ്ടുവരുന്നു, ഖുറാന്റെ പേജസിനകത്ത് കൊണ്ടുവരുന്നു, ബിരിയാണി ചെമ്പിൽ കൊണ്ടുവരുന്നു, കൈതോല പായൽ ചുരുട്ടുന്നു. ഇങ്ങനെ എന്തെല്ലാം ബേസ്ലെസ് ആരോപണങ്ങളാണ്. ഇതെല്ലാം പൊതുസമൂഹം തള്ളിക്കളഞ്ഞതാണ്.
പൂർവാധിക ശക്തിയോടുകൂടി ഒരു ഗവൺമെന്റിനെ വീണ്ടും തെരഞ്ഞെടുക്കുകയാണ്. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു തുടർ ഭരണം ഉണ്ടാവുന്നത് തന്നെ. ഇത്തരം ആരോപണങ്ങളൊക്കെ പക്ഷേ ഈ സ്വർണം കടത്തിയവരെല്ലാം രക്ഷപ്പെടും. അപ്പൊ അറ്റാഷ അടക്കമുള്ള ആളുകൾ സ്വതന്ത്രമായി അവരവരുടെ രാജ്യങ്ങളിൽ പോയതും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പിന്നീട് ഓരോ ഇലക്ഷൻ വരുമ്പോഴും താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ താങ്കൾ ഈ സൂചിപ്പിച്ച പോലെ താങ്കളുടെ രാഷ്ട്രീയ താല്പര്യവും എന്തുമായിക്കൊള്ളട്ടെ, സാധാരണ നിലയിൽ ഉള്ള ആളുകളല്ല ഇവിടെ ആരോപണ വിധേയർ എന്ന് താങ്കൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഈ ഏതെങ്കിലും വ്യക്തി നിയമപരമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിൻ്റെ എല്ലാ തെളിവുകളും അവശേഷിപ്പിച്ചിട്ടല്ല അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നത് വ്യക്തമാണ്. അന്വേഷണ ഏജൻസികൾ ചെല്ലുമ്പോഴേക്കും ഏതെങ്കിലും തരത്തിൽ നിയമലംഘനം നടത്തിയിട്ടുണ്ടോ എങ്കിൽ ഇതാണ് ആ നിയമലംഘനത്തിൻ്റെ തെളിവുകൾ എന്നൊന്നും ഒരാളും നൽകാറില്ല. ഏത് കേന്ദ്ര ഏജൻസിയാണ് എങ്കിൽ പോലും, എത്ര ഉന്നത ഉദ്യോഗസ്ഥരാണ് എങ്കിൽ പോലും ഇത്തരം വിഷയങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നത് അത്ര എളുപ്പവും ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതൊക്കെ പ്രാപ്യവുമാണ് എന്നാണോ താങ്കൾ കരുതുന്നത്? എത്രയോ വർഷങ്ങളായി നാഷണൽ ഹെറാൾഡ് കേസ് തുടങ്ങിയിട്ട് ഇതുവരെ എന്തെങ്കിലും കണ്ടെത്താനായിട്ടുണ്ടോ? നാഷണൽ ഹെറാൾഡ് കേസ് തുടങ്ങിയതിനു ശേഷം റോബർട്ട് വധേരയുടെ പേരിലുള്ള അതെ, താങ്കൾ പറയുന്നത് തീർച്ചയായും കോൺഗ്രസിനെതിരായ ഒരു കേസിനെ കുറിച്ചാണ് പറയുന്നത്. ആ കേസ് എന്ന് ആരംഭിച്ചുവെന്നും അതിനുശേഷം കേന്ദ്രത്തിൽ ആരൊക്കെ അധികാരത്തിലിരുന്നു എന്നും ഒക്കെ താങ്കൾക്കും ബോധ്യമുള്ളതാണല്ലോ. അത് മാത്രമല്ല, ഇപ്പം ജയ്ഷയുടെ കേസ്, ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകനുണ്ടായ അനധികൃത സ്വത്ത് സമ്പാദനത്തെ കുറിച്ചുള്ള കേസ്, 1000 കോടി രൂപയുടെ ആസ്തിയാണ് അമിത്ഷായുടെ മകനുള്ളത്. അപ്പൊ ഈ ആസ്തി എവിടുന്ന് വന്നു? ആരാണ് ഇത് സഹായിച്ചത്? ഇതിനെക്കുറിച്ചൊന്നും ഒരു അന്വേഷണവും ഇല്ല, ഒരു കേന്ദ്ര ഏജൻസിയും ഇല്ല. രാഷ്ട്രീയ പകപോക്കലുകൾക്ക് വേണ്ടി അതുമായി ബന്ധപ്പെട്ട് സാങ്കേതികത്വം പരാതിയുണ്ട് അമിത്ഷായുടെ മകന് 1000 കോടിയുടെ സ്വത്ത് എന്നതുമായി ബന്ധപ്പെട്ട്. അത് വാസ്തവമാണല്ലോ. ഈ 1000 കോടി എനിക്കതറിയില്ല, എനിക്ക് വാസ്തവമാണോ എന്നറിയില്ല. കാരണം ഏതെങ്കിലും നേതാക്കൾ നമുക്ക് വസ്തുതയെ കണക്കാക്കാൻ പറ്റുന്നത്. ഞാൻ ഇപ്പോഴും സൂചിപ്പിക്കുന്നത് നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് കൃത്യമായി പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുന്നത്. അമിത്ഷായുടെ മകനാകട്ടെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകളാകട്ടെ, അവിടെയൊക്കെ ഈ രാഷ്ട്രീയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലല്ല. ഞാൻ അതുകൊണ്ടാണ് താങ്കളോട് ആവർത്തിച്ചത്, ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ കണ്ടെത്തൽ ഉണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന്റെ കണ്ടെത്തൽ അല്ല ഇത് എന്ന് ഞാൻ താങ്കളോട് ആവർത്തിച്ചു. കണ്ടെത്തലല്ല, ഒരു ആദായ നികുതി ബോർഡിന്റെ ഒരു കണ്ടെത്തലല്ല, അത് റിപ്പോർട്ടിലെ ഒരു പരാമർശം മാത്രമാണ്. ആ റിപ്പോർട്ട് പൂർണ്ണമല്ല. ആ റിപ്പോർട്ടിനകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം മാത്രമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. ഏത് ഏജൻസികളും വരട്ടെ, ആര് വേണമെങ്കിലും അന്വേഷിക്കട്ടെ, കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കട്ടെ. നമ്മൾക്ക് ഇതിനകത്ത് ഓപ്പൺ സ്റ്റാൻഡാണ്. അതിപ്പോ ആരുടെ മകളായാലും ഏത് മന്ത്രിയായാലും ഏത് ഇടതുപക്ഷക്കാരനാണെങ്കിലും അങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ സമീപനം. അതിനെ ധൈര്യപൂർവ്വം നേരിടുകയും അങ്ങനെയുണ്ടെങ്കിൽ ഇവർ കണ്ടുപിടിക്കട്ടെ എത്ര നാളുകളായി ഇവിടെ കയറി ഇറങ്ങുന്നു, എന്തെല്ലാം കേസുകൾ. ഈ കേസുകളുടെ എല്ലാം നാൾവഴികൾ നമ്മൾ പരിശോധിച്ചാൽ വരാൻ പോകുന്ന ഇലക്ഷന് തൊട്ട് മുമ്പാണ് ഇത് കൊണ്ടുവരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതല്ലേ വാസ്തവവും. ശ്രീ പ്രിന്റു,